GCC രാജ്യങ്ങളിലെ പൗരന്മാരെ വിവാഹം കഴിച്ച ബഹ്റൈനി വനിതകൾക്ക് ജീവിത ചെലവ് അലവൻസ് നൽകണമെന്ന നിർദ്ദേശവുമായി MP ജലാൽ കാസിം അൽ മഹ്ഫൂദ് രംഗത്ത്. ഈ സ്ത്രീകൾ ബഹ്റൈനിൽ സ്ഥിരമായി താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ബഹ്റൈനി പൗരന്മാർക്ക് ലഭിക്കുന്ന അതേ സാമ്പത്തിക സഹായം നൽകണമെന്നാണ് നിർദ്ദേശം. സ്വകാര്യ സന്ദർശനം പൂർത്തിയാക്കി ഒമാനിൽ നിന്ന് തിരിച്ചെത്തി രാജാവ് ഹമദ് ബിൻ ഈസ ആൽ ഖലീഫ. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ക്ഷണം സ്വീകരിച്ചായിരുന്നു സ്വകാര്യ സന്ദർശനത്തിനായി ഹമദ് രാജാവ് ഒമാനിലെത്തിയിരുന്നത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ 3 വിദേശ പൗരന്മാർക്ക് ബഹ്റൈനിലെ ഫസ്റ്റ് ഹൈ ക്രിമിനൽ കോടതി 5 മുതൽ 9 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. LMRAയുടെ പ്രവാസി സംരക്ഷണ കേന്ദ്രം സന്ദർശിച്ച് US കോൺഗ്രസ് പ്രതിനിധി സംഘം. എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ ബഹ്റൈൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും പ്രതിനിധി സംഘം മനസ്സിലാക്കി. ബഹ്റൈനിൽ പൊതു സ്വകാര്യ മേഖലകളിലെ സ്കൂൾ വാഹന ഡ്രൈവർമാർക്കായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വരാനിരിക്കുന്ന അധ്യയന വർഷത്തിലേക്കുള്ള മുന്നൊരുക്കമാണിത്. 2025 ജൂലൈയിൽ ബഹ്റൈന്റെ വ്യോമയാന മേഖലയിൽ ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തിയതായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും കാർഗോയുടെയും എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്.